ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ കിട്ടിയ ഈ ഒരു ഫിഷിംഗ് റോഡ് പോലെ അതിന് ഞാൻ എക്സ്ട്രാ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായി. അതുകൊണ്ട് ഇത് വരണം. പിന്നെ ഇന്ന് വേറെ ഒരെണ്ണം ഞാൻ ഇപ്പം ഉണ്ടാക്കി. ഇപ്പം ഫ്രഷായിട്ടും ചത്തേനെ. അതൊന്നുമില്ല, അതെൻ്റെ ഒരു അഭിപ്രായം എന്നൊക്കെ പറയും. ഗൈസ്, ഇന്ന് നമ്മുടെ പരിപാടികൾ ഇത് തന്നെയായിരിക്കും. നമ്മൾ ഫിഷിങ്ങിലൂടെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെ ഉണ്ടായി, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ പറയും. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞാൻ സ്പോണായത് ഒരു ഓക്കും എന്ന സവാനയുടെ ഒക്കെ ഒരു ഇടയിലായിട്ട് ഞാൻ സ്പോണായത്. പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഫിഷ് അവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് ഈ മലയുടെ വേദി രാത്രി ഇങ്ങനെ രാത്രിയല്ല രാവിലെ ഓടിക്കതച്ച് ഇങ്ങോട്ട് വന്ന് ഓടിക്കച്ചൊന്നുമില്ല, പതുക്കെ റിവറൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കൂളായിട്ട് വന്ന് ലാസ്റ്റ് ഇവിടെ തന്നെ തമ്പടിച്ച് ഇവിടെ തന്നെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനേക്കാളും നല്ല സ്പോട്ടില്ലാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞാൻ അതേ ദിവസം തന്നെ എല്ലാ ടണ്ണുകൾ ഇപ്പം വീണ്ടും ഒരു ഫിഷിംഗ് റോഡ് കിട്ടി. ഇത് ഫിഷിംഗ് റോഡുകളല്ലോ. പക്ഷെ ആനുവൽ കിട്ടുമായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ അണ്ടർഗ്രൗണ്ടിലൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കി. എന്നിട്ട് അതൊക്കെ വിറ്റ് ഇതൊക്കെ വന്ന് ഞാൻ എങ്ങനെയൊക്കെ സഹിച്ച് ചെയ്ത്. പിന്നെ അവിടെ കുറച്ച് മെലൻസ് വന്നു ഇവിടെ ഫാം ചെയ്തു. നല്ല സമയത്ത് തന്നെ വന്ന ഫാം ചെയ്തു. അതാണ് കാരണം നമ്മുടെ ആ മെലൻ നിൽക്കട്ടെ. ഞാൻ സൈഡിലൂടെ വളരെയധികം ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് സാധനം മഞ്ഞുണ്ടല്ലോ, അവിടെ ക്രൗച്ച് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. നോക്കട്ടെ, മിക്കവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ്. ഞാൻ പല എപ്പിസോഡിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. ഇത് കാണാൻ പറ്റില്ല. അവിടെ ഒരു മെലൻ ഞാൻ അവിടെ നട്ടുണ്ടായി. നല്ലോണം ഉണ്ടായി. ഞാൻ 10-15 സീഡ് കൊണ്ട് അവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്ന് ഇവിടെ മുഴുവൻ അവിടെ നട്ട് സൈഡിലായിട്ട് കുറേ ട്രീ ഒക്കെ വെച്ച്. ഇനിയാണെങ്കിൽ പണി 8 മണി. ഞാൻ താഴേക്കായിട്ട് ബേസ്മെൻ്റ് ആക്കി. പക്ഷെ പറ്റില്ല എന്ന് മനസ്സിലായി. ഞാൻ സ്കാഫ് ഹോൾഡിങ് കൊണ്ട് എത്രയും വേഗം നമ്മൾ ബേസ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് മാറ്റി. ഞാൻ അന്നേരമാണ് പെടാപ്പാട് പോയത്. നമ്മുടെ ഈ റൂമില്ല താഴെ, നമ്മളെ ചെറിയ റൂം, അതാണ് വേഗം ഉണ്ടാക്കിയത്. കാരണം വെച്ചാൽ അപ്പോഴേക്കും നൈറ്റായി. ബെഡ് എന്നിട്ട് റീസ്പോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് അങ്ങനെ കുറച്ച് ഇത് കഴിഞ്ഞ് ഇപ്പം ഇതേപോലെയായി. നേരത്തെ അവസ്ഥയിൽ നിന്നും ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് കുറച്ചുകൂടായി. പിന്നെ ഒരു ക്രോസ് ബോ ഉണ്ടാക്കി. അയോൺ ഞാൻ അപ്പോഴേക്കും നല്ലോണം ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്ക് അപ്പോഴേക്കും ഒരു സ്റ്റാക്കിനടുത്തെങ്കിലും എൻ്റെ അയോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോയിണ്ടാവും. കാരണം അത്രയും ഞാൻ അയോൺ ഇവിടുന്ന് മൈൻഡ് ചെയ്തു. ഇനി പിന്നെ എനിക്ക് കുറച്ച് എമറാൾഡ് കിട്ടിയ ഏറ്റവും റയറസ്റ്റ് ഇതാണ്. മൈൻക്രാഫ്റ്റിലെ ഏറ്റവും റയറസ്റ്റ് സാധനമാണ് ഇത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ ഇങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായില്ല. കുറച്ചാൾ വീഡിയോ ഇട്ടില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇത്രയാൾ വീഡിയോ ഇടാനും പറ്റിയില്ല. ഫിഷിംഗ് റോഡ് ഉണ്ടാക്കി ഞാൻ ഇവിടുത്തെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് അതിനേക്കാളും മുന്നേ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് തന്നെ ഞാൻ വെള്ളം കൊണ്ടുവന്നു. ഇവിടെ ഫാം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ വെള്ളം കൊണ്ടുവന്നു. ഫാം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടുവന്നു. അതൊക്കെ ചെയ്യും. പിന്നെ അത് വേറൊരു ബക്കറ്റ് വെള്ളം ഇവിടെ ഉണ്ടായി. ഇവിടെ അതെടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് അൺലിമിറ്റഡ് ആക്കി. താഴെ ഉണ്ട്, പലരും കണ്ടുണ്ടാകും താഴെയുള്ള വാട്ടർ സോഴ്സ്. അവിടെ നിന്ന് പിന്നെ അത് മുകളിലേക്കാക്കി. പിന്നെ ഞാൻ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. അതിപ്പോൾ അതിനകത്ത് ഞാൻ ഇനി വെള്ളം എടുത്ത് വയ്ക്കണം. എന്നുവെച്ചാൽ വാട്ടർ സോഴ്സിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വാട്ടർ സോഴ്സ് മെയിനും ഇത് അവിടെ ഉണ്ടായിരുന്നൊരു വാട്ടർ സോഴ്സ് ആണ് ഇവിടേക്ക് കൊണ്ടുപോയിട്ട്. ഇതാണ് ആ വാട്ടർ സോഴ്സ്. ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാട്ടർ സോഴ്സാണ്. പിന്നെ
പലർക്കും ഇങ്ങനെ സംശയം ഉണ്ടാവും. ഞാൻ ഈ സ്കാഫ് ഹോൾഡിങ് വെച്ചില്ലേ, ഇവിടുത്തെ ഈ സ്കാഫ് ഹോൾഡിങ്, ആ സ്കാഫ് ഹോൾഡിങ്ങിൻ്റെ അവിടെ എങ്ങനെയാണ് ഈറ്റ് കൃഷി ചെയ്യാൻ പറ്റിയെന്ന്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആദ്യം ഞാൻ അവിടെ ഡേർട്ട് വെച്ച് അവിടെ നിന്ന് എൻ്റെ കോപിച്ച് അറിയാതെ പൊട്ടിപ്പോയി. എന്നുവെച്ചാൽ പിക്കാക്സും കൊണ്ട് ഇങ്ങനെ 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 കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്തോ നോക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെ അങ്ങ് മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ അങ്ങ് മൈൻഡ് ചെയ്ത് പോയി. കോവിഡ്സാണെങ്കിൽ താഴെ ഒന്നും എടുക്കാനും പറ്റില്ല, കാരണം ക്രീപ്പറും കുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് എടുക്കാനും പറ്റില്ല. അപ്പാടെ ഞാൻ ഒരുമാതിരി അയക്കായിരുന്നു. ലാസ്റ്റ് അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പിന്നെ അന്നേരം ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ ഉണ്ടായുള്ളൂ. ഇതിൻ്റെ മുകളിലുള്ള റൂഫ് വെച്ചു. ഇനി ഇവിടെ സ്കാഫോൾഡിങ് നേരത്തെ വെച്ചതിൻ്റെ ഇത്. ഇനി ഇവിടെ ട്രാപ്പ് ഡോറായിരുന്നു. ആ ട്രാപ്പ് ഡോറ് മാറ്റി വേറെ സ്കാഫോൾഡിങ്ങും വെച്ചു. ഇത്ര ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് എടുത്ത് വെച്ചായിരുന്നു. എങ്ങനെ പോയിട്ട് അത് എടുത്ത് വയ്ക്കണം എന്ന് എനിക്കുണ്ടായി. എന്താണെന്നല്ലേ ബാമ്പു. പിന്നെ പണ്ട് കണ്ട് ആ ഒരു മരുന്നില്ലേ അവിടെ നട്ടതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സാപ്ലിങ്, അതുകൊണ്ട് ഇതാണ്ട് ഇവിടെ നട്ടു. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഒരു സാപ്ലിങ് ഉണ്ടായത് നട്ടു. പിന്നെ അങ്ങനെ തന്നെ കുറച്ചധികം സാപ്ലിങ് ഉണ്ടായി. ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര സാപ്ലിങ് ഉണ്ട്? 2 സാപ്ലിങ് ഉണ്ട്. അവിടെ നിന്ന് കിട്ടിയ ഒരാളുടെ 3 എണ്ണം. നമ്മളെ കുറേ ലാമ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനുണ്ട്. എനിക്കിഷ്ടമില്ല. ഞാനിതെടുത്ത് നിന്ന് അതിനെല്ലാത്തിനെയും കൂട്ടിക്കെട്ടി. അതിനെല്ലാത്തിനെയും ഞാൻ തല്ലിക്കൊന്നു. ഇതെടുത്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ ചിക്കനൊക്കെ തല്ലിക്കൊന്നു. മീനാണ് നമ്മുടെ ഇപ്പം മേജർ ഇത്. ഞാൻ എന്നിട്ട് എൻ്റെ ഉണ്ടായിരുന്ന സ്കെലട്ടൻ്റെ ഒരു ബോ കിട്ടി, കുറച്ച് അമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായി. ഇപ്പം ഞാൻ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്ത് ഇത് ഇവർക്ക് അറിയാവുന്നതാണ്. പിന്നെ എനിക്ക് കിട്ടാത്ത ഐഡിയയുള്ളത് ബാക്കിയുള്ളവരുള്ള ഞങ്ങളുടെ ബാംബു പ്ലാന്റ്സ് ഒക്കെ മിക്കത് ഉണ്ടാക്കി. ബാംബു പ്ലാന്റ്സ് ഉണ്ടാക്കി. വേഗം വാ. ഫസ്റ്റ് ദിവസത്തെ ആ ഒരു ഓട്ടം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്ത് ഓട്ടം ഓടിയെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. ഫസ്റ്റ് എപ്പിസോഡ് ഇത് കാണണം. അതാണ് ഞാനത് കുക്ക് ചെയ്യാൻ വെച്ചില്ലേ. ഞാൻ എവിടെയോ എന്തോ ഒരു പന്തുകളുണ്ടല്ലോ. ശിവനെ ചാടി വീടും ഡാമേജ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് വീടുള്ളൂ. ഏതാ കേസ് അവസ്ഥ. പിന്നെ ഇവന് മട്ടൻ ഇറങ്ങും, പക്ഷെ മീനൊന്നും ഇറങ്ങത്തില്ല. ഫിഷിനല്ലേ ഇറങ്ങത്തില്ല. അയ്യോ ആയിട്ടുണ്ടായത് ലാസ്റ്റ് മട്ടൻ ഈ ചെറുത്താൽ കൊടുത്തേ റോട്ട പൈസ കൊടുത്താൽ മതിയായിരുന്നു. അതേ 2 കുക്കട് കൂടി. ഞാൻ അതൊക്കെ സാധനമൊന്നും നോക്കാറില്ല. ഞാൻ അന്നത്തെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞോണ്ട് പോവും, പിന്നെ അതങ്ങ് മറക്കും. നോക്കിക്കോ. പിന്നെ ഇവനെ ഞാൻ ഫസ്റ്റത്തെ ബോണിൽ തന്നെ എനിക്ക് ടീമായി. ഇവൻ്റെ ശരിക്കുള്ള പേര് റസ്റ്റി എന്നാണ്. നോക്കിയാൽ നമ്മുടെ സാധാരണ പട്ടി പോലെയല്ലേ ഇവൻ. നമ്മുടെ സാധാരണ ഉണ്ടായിരുന്ന വെള്ളപ്പട്ടികളല്ലേ അത്. പക്ഷെ ഇവന് നോക്കിയേ ഉണ്ടായൊരു ബ്രൗണിഷ്, അത് നല്ല ടെക്സ്റ്ററാണ്. അങ്ങനല്ല ഏതൊരു പട്ടിക്കും നോക്കിയൊരു ബ്രൗണിഷ്. നമ്മുടെ ഈ ജർമ്മൻ ഷെപ്പേർഡില്ലേ, അതിനെ മിക്കവർക്കും ഇഷ്ടമായിരിക്കും. മിക്കവർക്കും എന്ന് പറയാം, ചിലവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഞാൻ മിക്കവർക്കും നാട്ടം പറഞ്ഞു. ലാസ്റ്റ് എന്നെക്കത് കമൻറ്റ് ചെയ്ത് എനിക്ക് യൂട്യൂബ് ഞാൻ പണി കൊടുക്കണമല്ല എനിക്ക് തരരുത്. ഞാൻ എപ്പോഴും പറയാം മിക്കാന്ന്, കാരണം ഉറപ്പില്ലത് കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ തന്നെ എപ്പോഴാണ് പണി ഇങ്ങനെ ആക്കാരുടെ നെഞ്ചത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നേരം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ വല്ലതൊന്നും ചെയ്യുക. അപ്പോഴാണ് എൻ്റെ നെഞ്ചത്തേക്ക് വരും. അയ്യോ ഇവിടെ പാരറ്റിന് ഇപ്പോൾ പിടിക്കരുത്. ശരാ പറക്കില്ലേ
പറക്കല്ലേ പറക്കല്ലേ. ആ പിടിച്ച് 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 ഗൈസ്. ഇതാണ്ട് റെസ്റ്റ് പോകണുണ്ട്. റെസ്റ്റ് നമ്മുടെ റെസ്റ്റ് കണ്ട ഗൈസ്. അയ്യോ വലിക്കായിരുന്നു, വലിച്ചില്ല ഞാൻ. റെസ്റ്റ് അതിനെ പിടിക്കടാ. പാരറ്റിനെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, കാരണം എപ്പോൾ വേണമെങ്കിലും പണിയിട്ടു. ഒന്നുമില്ല, അതിനെ കൊല്ലും. ഞാൻ വിളിച്ചിട്ട് വരാത്ത ആൾ ഇങ്ങോട്ടും പോകണ്ട. പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്തിപ്പോൾ എൻ്റെ ഇത്ര ആരോ ഉണ്ട്. എനിക്ക് എപ്പോഴും ഇഷ്ടം ബോയിനേക്കാളും കൂടുതൽ ഇഷ്ടമായി ക്രോസ് ബോയാണ്. കാരണം അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം പിടിച്ച് വെച്ചിട്ട് എപ്പോഴാണ് ഉരുണ്ട് അപ്പം വിടാം. എന്നാണ് ഞാൻ ഈ പന്നിക്കുട്ടനെ കാണിച്ചില്ല. പന്നിക്കുട്ടൻ്റെ മുകളിലാകുമ്പോൾ നല്ല രസരി. പന്നിക്കുട്ട എന്തോന്നിങ്ങനെ പറയടോ, എന്തോന്നിങ്ങനെ പറ. ഒരു കാര്യം ചെയ്യോ, എന്നൊരു കാര്യം ചെയ്യും. ടെക്നോ ബ്ലേഡ്. ആ നീ വിളിച്ചാൽ വിളി കേൾക്കില്ലല്ലോടാ. ആ അല്ല പിന്നെ നമ്മുടെ തക്കാളി വേണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇത് വർക്കാവുന്നു. പക്ഷേ ചില സ്ഥലത്ത് നമ്മൾ വർക്കാവുന്ന സമയത്ത് വർക്കാവില്ല. ഇത് പോയാലും ഞാൻ അത്ര തന്നെ പറഞ്ഞു കൃഷി ചെയ്യാനല്ലേ. അത് എഴുതങ്ങ് പോവാം. ഒന്നും കിട്ടിയില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ കൃത്യം നട ഫെൻസിൽ തടഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചത്. അതീവ ക്ഷമ വേണ്ട കാര്യമാണ്. കിട്ടി ഇല്ല, കിട്ടി ഗൈസ്. 2 കോഡ്. 2 കോഡ് കിട്ടിയേ. 2 കോഡ് കിട്ടി. എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ 2 കോഡ് കിട്ടി. ഹലോ അവിടുത്തെ കാളി. മനസ്സിലാവാത്തവർക്ക് ഹലോ പിന്നെ നമ്മളുടെ അടുത്ത കളി എന്താ ഞാൻ ഉദ്ദേശിച്ചത്. ഹലോ അവിടുത്തെ കാളി. ഇങ്ങനെ ഇതാ പോയി. 23 കോഡ്. ഇനി 2 കൂടെ അങ്ങ്. 23 കോഡ്. പക്ഷെ തീർക്കരുത് തന്നെ ധാരാളം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ഫോം നമുക്ക് വേണം. നമ്മളുണ്ടല്ലോ ഇത് നല്ലോണം ഇത് ചെയ്യണം. പിന്നെ ചിലർ ഇങ്ങനെ പാമ്പ് ഒരെണ്ണാക്കി ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. അങ്ങനെ പൊട്ടിച്ചിരിക്കണ അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതപ്പോൾ ചിലവർ ഓർത്തിരിക്കാൻ വരില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നതാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് എഴുതെടുക്കുക, പിന്നെ പാമ്പ് കൊടുക്കുക, ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി വയ്ക്കുക, എന്നിട്ട് പൊട്ടിച്ചുക. അല്ലാതെ താഴത്തുനിന്ന് പൊട്ടിക്കരുത്. അതുകൊണ്ട് ഇത് ഇനി ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി വെച്ചിട്ട് ഇതൊന്ന് പൊട്ടിച്ചളയുക.
ഇതുണ്ടോ? ഇപ്പം ലീഫ് അതിനകത്തുണ്ട്. ഞാൻ ഇതിനകത്ത് കമ്പോസ്റ്റ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും വിചാരിച്ചിട്ടാ. എന്നാ പിന്നെ ഈ സാധനം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ അത് ചെറിയൊരു കഥയാണ്. ചെറിയൊരു കഥയാണെങ്കിൽ കേൾക്കണ്ട എന്ന് വിചാരിക്കണം അവരോട്. അത് പറ്റൂല. സിമ്പിള്. ഞാനേ ഇവിടെ ആ ഡോർട്ട് വെച്ച കാര്യം പറഞ്ഞില്ല. ഡോർട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടില്ല, ഞാൻ അല്ല പിന്നെ പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം കാണിച്ചതാണ് ഹോയും കൊണ്ട്. അത് ഫാമായി. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഒരു മഴ പെയ്തു, അത് വാട്ടർ അബ്സോർബ് ചെയ്ത് അങ്ങനെയായി. ഫാം ലാൻഡ് നല്ലൊരു വാട്ടറിൻ്റെ ഒക്കെ പറയില്ല, അങ്ങനത്തെ സംഭവമായി. പിന്നെ ഞാനതിവിടെ സീഡും കൊണ്ട് പോകുമ്പോൾ സാധനം കണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലിക്ക് അറിയാതെ അതിനകത്ത് സീഡ് പോയിരുന്നു. എടുത്താൽ സീഡും കിട്ടൂല, എടുത്തില്ലെങ്കിൽ ഒരുമാതിരിയാവും. എന്തൊക്കെയാലും അവിടെ ഇരിക്കട്ടെ വിചാരിച്ചു ഞാൻ. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ അടുത്ത ഇത് കണ്ട ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുന്നത്, ഇതിന് ചെറിയൊരു ആവശ്യമുണ്ട്. ഈ സാധനം കൃത്യം ഒരു സ്പേസിൽ തന്നെ വെക്കണം. എന്താണെന്ന് ചിലവർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും. കാരണമുണ്ട്. അയ്യോ മച്ചിയേ, അയ്യോ അങ്ങനെ പറഞ്ഞാൽ വാങ്ങില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനൊന്നും നമ്മൾ ഇല്ല. പിന്നെ ഉണ്ടല്ലോ നമ്മൾ മെയിൻലി ചെയ്യേണ്ടത് ആപ്പിൾ കൂട്ടാണെങ്കിൽ നന്നായിട്ട് തെറിപ്പിക്കണം. ഞാൻ അതിൻ്റെ കൃത്യം ഇവിടെ തന്നെ മരം വയ്ക്കണേന്ന് അറിയുമോ? ഒരു ആപ്പിള്, ഒറ്റ ആപ്പിള്. ഒരു ആപ്പിൾ ഒഴികെ സാപ്പിളിങ് 4 എണ്ണം. ഇവിടെ വേണ്ട. ഇതിനങ്ങനെ ലോകം ഞാൻ സ്റ്റാക്ക് കണക്കിൽ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. നല്ല രസമായിരുന്നു. അപ്പം നമുക്കിത് ഉടനെ അവസാനിപ്പിക്കണം ഈ സീരീസ്. അടുത്ത സീരീസിനുള്ള ഇതൊക്കെ ആവാറായി. ഒരു 100 എപ്പിസോഡിനുള്ളിൽ എങ്ങനെ ഡ്രാഗനെ കൊല്ലണം, വിതറിനെ കൊല്ലണം, എൽഡർ ഗാർഡിനെ കൊന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഓരനെ കൊല്ലണ്ട. അവർ രണ്ടുപേരും എനിക്ക് 8ൻ്റെ പണി തരും. 8ൻ്റെ നല്ല ചിലപ്പോൾ 400ൻ്റെ പണി വരെയും തരുന്നതായിരിക്കും. ഇത് എവിടേക്ക് ഇങ്ങനെ പോണേ ഗൈസ്? അപ്പം ഞാനേ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകട്ടോ. ഒരു കുറ്റം പറയരുത്. ചത്തേനെ ചത്തേരെ. അപ്പോൾ ആ രീതി ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. കണ്ട ഇങ്ങനെ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ഇങ്ങനെ ഫിഷ് ചെയ്തൊക്കെ ഫിഷ് പിന്നെ കൃത്യം പൊസിഷനെത്തിക്കുക. ഞാൻ പോയിട്ടൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഈ സാധനം കൂടെ കൂട്ടിച്ചോളാം.
ഏറ്റവും പെട്ടെന്ന് ഹെൽത്ത് കളയാൻ പറ്റിയൊരു സാധനമേ ഉള്ളൂ, അത് ചൂണ്ടയുടെയാണ്. കാരണം നമ്മൾ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിന് തന്നെ തന്നെ നിൽക്കും സാധനം ചെയ്യേ കേട്ടോ ഗൈസ്. സാധനം തന്നെ ഇന്ത്യ അകത്ത് വരുന്നിട്ട് ഞാനാണ് പേടിച്ച് വൃത്തിന്നുണ്ട് ഇവിടെ കൊണ്ടിടാം. ഇതാണ് ലാസ്റ്റ് നമ്മുടെ ചൂണ്ട. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ വീഡിയോയിലല്ല ഈ വീഡിയോ അവസാനിപ്പിക്കണം. 2 ചൂണ്ടയും കൂടെ അത് കാലിൻ്റെ ഇടയ്ക്ക് ഫോൺ വെച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് കളിക്കാൻ വേണ്ടി. കയ്യെ പിടിച്ച് കളിച്ചാൽ എന്താണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ കളിക്കണം മാത്രം. എന്താ ലക്ക് ഓഫ് ദ സീ, ലക്ക് ഓഫ് ദ സീ അൺബ്രേക്കിംഗ് ത്രൂ. സ്ക്രീൻഷോട്ട് മിസ്സാക്കി. ഒന്ന് രണ്ട് മൂന്ന് ശരി. ഓക്കെ ഗൈസ്, അപ്പം അതുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം ചൂണ്ടിട്ട് നോക്കാം. ഇത് കോഴ്സ് ഓഫ് ആക്ഷൻ ഉള്ള സാധനമാണ്, അതുകൊണ്ട് എനിക്ക് പേടി. അയ്യേ കോഡ്. എന്നാൽ ഇത്ര നല്ല എൻചാൻമെൻറ്റ്സ്, ലക്ക് ഓഫ് ദ സീ, ലൂറ്, അൺബ്രേക്കിംഗ് 3. ഹെൽത്ത് കുറവാ സൂക്ഷിച്ചോടെ ഹാൻഡിൽ ചെയ്യാം. എന്ത് കഷ്ടമാണല്ലോ. വാട്ടർ ബോട്ടിൽ എനിക്ക് ആവശ്യമുണ്ടായിരുന്ന സാധനമാണ്. മഞ്ഞിലല്ലോ. ലെതർ ബൂട്ട്സ് എൻ്റെ ആളോ എനിക്ക് ഞാനേ ഹെൽത്ത് പറഞ്ഞ് അടിക്കട്ടെ ഒന്നും നോക്കണ്ട, ഒന്നും ചെയ്യണ്ട. Yes, I am thrilled. Yes guys, I am thrilled. നമ്മുടെ തമ്മിൽ കൊടുക്കാൻ പറ്റിയത് കിട്ടി. തമ്മില് കിട്ടി. ഓക്കെ അപ്പം നമ്മളിവിടെ നിർത്താണ്. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.